ഹലോ എവ്രി വൺ വെൽക്കം ടു ന്യൂ സ്റ്റഡി വ്ളോഗ്. ഇപ്പോൾ ഇത് സ്റ്റഡി വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ദിവസത്തെ സ്റ്റഡി വ്ളോഗ് ഞാൻ കൊളേറ്റ് ചെയ്ത് തന്നെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ദിവസം കഴിഞ്ഞിട്ട് കുറേ നാളായി. ആൻഡ് ഇന്ന് ജൂൺ 1 എക്സാമിന് നമുക്കിനി 4 ദിവസം കൂടെ ഉള്ളൂ. ജൂൺ 6 എക്സാം ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മൈൻഡിലുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ 4 ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം അതിനെ പറ്റിയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ്. പിന്നെ പഠിക്കാൻ ഏറ്റവും കൂടുതൽ എനർജി നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ആദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ എത്രത്തോളം എനർജി എപ്പോഴൊക്കെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാതിരിക്കുക. എക്സാം ടൈമിൽ നമുക്ക് കുറച്ച് ക്ഷീണം തോന്നാൻ ചാൻസ് ഉണ്ട്, കാരണം എക്സാം വരുന്നത് ഉച്ചയ്ക്ക് ഉള്ള സമയമാണ്. അപ്പോൾ ആ ഉച്ച സമയത്ത് ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയം, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒക്കെ നല്ല ക്ലൈമറ്റ് ആണ്, മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാൻ ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, സ്റ്റേജ് 1ഉം 2ഉം ഒക്കെ നടക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഹാർഷായിട്ടുള്ള ക്ലൈമറ്റ് ആണ്, എസ്പെഷ്യലി സ്റ്റേജ് 1ന് മുന്നേ സമ്മർ സമയത്ത്. ആ സമയത്തൊക്കെ ഇരുന്ന് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അവരെ സംബന്ധിച്ച് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബെറ്റർ ക്ലൈമറ്റ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ ഹെൽത്ത് ഒക്കെ ഇച്ചിരി മോശമായിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കും ഹെൽത്ത് വൈസ് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അത് മാറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ നല്ല എനർജി എടുത്ത് നല്ല ഫുഡൊക്കെ കഴിക്കുക. ഒരുപാട് ജങ്ക് ഫുഡൊന്നും കഴിക്കാതിരിക്കുക, കാരണം മൊത്തത്തിൽ നമ്മുടെ ബ്രെയിൻ ഫോഗായി പോയാൽ അതും ബാധിക്കും. അപ്പോൾ നല്ല ഹെൽത്ത് കീപ്പ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപാട് ഉറക്കം കളഞ്ഞൊന്നും ഇരിക്കരുത്, കാരണം എക്സാമിന്റെ അന്ന് അവസാനം വല്ല മൈഗ്രെയിനോ വന്ന് നമുക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എക്സാം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ എനർജി നിങ്ങൾക്കുള്ളത് ഏതൊരു സമയത്താണ് ആ സമയത്ത് കൂടുതൽ പഠിക്കാൻ നോക്കുക. എസ്പെഷ്യലി ബ്രെയിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ആവശ്യമുള്ള ടോപ്പിക്സ്, ഫോർ എക്സാമ്പിൾ മാത്സ് ഇരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് ഏറ്റവും എനർജി ഉള്ള സമയത്ത് ചെയ്യാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈവനിങ് ടൈമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠിക്കാനായിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും, കൂടുതൽ മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ടൈം ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയത്ത് പഠിക്കാനായിട്ട് ഇരിക്കുക. ഇനി എക്സാം ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ടോപ്പിക്സ് ഇനി പഠിക്കരുത്. കാരണം 4 ദിവസമേ ഉള്ളൂ. പുതിയ ടോപ്പിക്സ് ഒക്കെ കുറെ കവർ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഴയ ടോപ്പിക്സ് പഠിച്ചതൊക്കെ റിവിഷൻ ചെയ്യാതെ പോയി എക്സാം ഹാളിൽ ഇരിക്കും. ഞാൻ പുതിയത് പഠിച്ചത് ഓർമ്മ കാണില്ല, അയ്യോ പഴയത് പഠിച്ചത് നമുക്ക് റീകളക്ട് ചെയ്ത് കിട്ടുന്നുമില്ല. എന്നാൽ ചിലപ്പോൾ പഴയത് പഠിച്ചതായിരിക്കും ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ചത്, നിങ്ങൾക്കിനി പുതിയത് എത്രയൊക്കെ പഠിച്ചാലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ അത് വളരെ കുറച്ച് ടൈം മാത്രം, ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാത്രം പുതിയ കാര്യങ്ങൾ പഠിക്കാം. ബാക്കി ടൈം മൊത്തം ഒരു 90% ടൈം നിങ്ങൾ എന്ത് തന്നെ ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ വേണം ചെയ്യാൻ. അപ്പോൾ പുതിയ ടോപ്പിക്സ് പഠിക്കാതെ മാക്സിമം റിവിഷൻ ചെയ്യാം. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ വരുന്ന 4 ദിവസങ്ങളിൽ. കാരണം 50 മാർക്ക് നമുക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. ഇനി പുതിയ ടോപ്പിക് ഒന്നും പഠിക്കാനുള്ള നേരമില്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മിസ്റ്റേക്സിലൂടെ പഠിക്കുക, അതിനുള്ളൊരു ടൈമേ നമുക്കിപ്പോൾ ഉള്ളൂ. അപ്പോൾ അതാണ് MEMന്റെ കേസിൽ വരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് സോഴ്സസ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ PYQs ആണ് ഏറ്റവും ബെസ്റ്റ്. PYQs നോക്കുക. ഒരു ടോപ്പിക് പഠിച്ചിട്ട് നമ്മളിപ്പം റാൻഡം ആയിട്ട് യൂട്യൂബിൽ പോയിട്ട് വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതിനെ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, PSC മാത്രമല്ല SSC ആയിക്കോട്ടെ UPSC ആയിക്കോട്ടെ, എല്ലാത്തിനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് എല്ലായിടും ക്വസ്റ്റ്യൻസ് തന്നെയാണ്. UPSC ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കഷൻ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം പറ്റുമെങ്കിൽ അതും ചെയ്യുക. ഒരു പഠിച്ച ടോപ്പിക്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഒന്ന് നിങ്ങൾക്ക് ഇതുപോലെ PYQs നോക്കാം. പിന്നെ സ്റ്റേജ് 1 സ്റ്റേജ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളി സോൾവ് ചെയ്തിട്ട് തന്നെ പോകണം. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ 100 ഔട്ട് ഓഫ് 100 കിട്ടണം. ആ രീതിയിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് പോവാം. പിന്നെ 2026 ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എക്സാംസ് നടന്നിട്ടില്ലേ, അപ്പോൾ അതെല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് പോവാം. അനലൈസ് ചെയ്തില്ലെങ്കിലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടെങ്കിലും പോകാം, കാരണം കുറേയൊക്കെ റിപ്പീറ്റേഷൻ വരാറുണ്ട്. ചില ടെക്നിക്കൽ പോസ്റ്റിൽ പോലും ഇപ്പം IT റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ഉണ്ട്. അപ്പോൾ ITയുടെ ടോപ്പിക്കുകൾ അതിനകത്ത് വരും. IT നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ യൂസ്ഫുൾ ആയിട്ട് വന്നു എന്ന് വരും. അപ്പോൾ അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ ടോപ്പിക്ക് വരുന്ന ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അത് ചിലപ്പോൾ 5 ചോദ്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവുള്ളൂ, അതാണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ 2026 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ള. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ സോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ജെമിനൈ അല്ലെങ്കിൽ ChatGPT AI യൂസ് ചെയ്യണം. ഞാനിപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്ന ജെമിനൈ ആണ്, കാരണം ജെമിനൈ കുറച്ചുകൂടെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഒരു AI ടൂൾ ഉപയോഗിച്ച്
ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ജനറലി പറയാനായിട്ടുള്ളത്. പിന്നെ സബ്ജക്ട് വൈസ് വേണമെങ്കിൽ നമുക്ക് ഓരോരോ സജഷൻസ് തരാം. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കൂടുതലും ടൈം ലൈൻ വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക. അതായത് ഇന്ന വർഷം തൊട്ട് ഇന്ന വർഷം വരെ നടന്ന സംഭവങ്ങളാണ്. ഒരു സമ്മറി ആദ്യം പഠിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാം. ഹിസ്റ്ററി ഒക്കെ എനിക്ക് അങ്ങനെയാണ് വർക്ക് ആവാറുള്ളത്. കാരണം എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു സമ്മറി ഉണ്ടാക്കും, ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്ത് എഴുതും, അത് വെച്ചിട്ട് പഠിക്കാൻ നോക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഇന്ന ആൾക്ക് ശേഷമാണ് ഇന്ന വന്നത്. അപ്പൊ ആ ഒരു ഹിസ്റ്ററി തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വരാനായിട്ട് പറ്റും. പിന്നെ ജോഗ്രഫി പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ മാപ്പുകളാണ്. മാപ്പ് ഇല്ലാതെ ജോഗ്രഫി നിങ്ങൾ പഠിക്കുകയും ചെയ്യരുത്. ഞാൻ ആക്ച്വലി ഒരു അറ്റ്ലസ് ദിശ പബ്ലിക്കേഷന്റെ UPSC, സ്റ്റേറ്റ് PSC, സിവിൽ സർവീസ് എല്ലാത്തിനും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബണ്ടിൽ ഓഫ് മാപ്സിന്റെ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് പഴയൊരു എഡിഷൻ ആണ്. ഇവര് കുറച്ച് ദൂരത്തു നിന്നാണ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ആമസോൺ വഴി ബുക്ക് ചെയ്താലും നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും കുറച്ച് ടൈം കഴിയും. അതോടൊപ്പം തന്നെ ഇത് പോസ്റ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് മാപ്സ് വെച്ച് പഠിക്കുമ്പോഴത്തേക്കും നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ലൈവ് സെഷനിൽ റിവിഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ജോഗ്രഫി ചെയ്യുമ്പോൾ ഈ റിവിഷൻ നോട്ട്സും കാണിക്കും. അതുപോലെ തന്നെ ഇത് മാപ്പിൽ ഇങ്ങനെ കാണിക്കും. നല്ല നല്ല പിക്ചേഴ്സാണ് ഈ മാപ്പിൽ ഈ ഒരു ബുക്കിനകത്തുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുന്നത് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാവും, ഓർമ്മ നിൽക്കും. ജസ്റ്റ് ഒരു മഗപ്പ് ചെയ്യുന്നതിൽ പുറമെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ലെവലിലോട്ട് നമുക്ക് അറ്റ്ലസ് അല്ലെങ്കിൽ ഒരു മാപ്പിന്റെ ബുക്ക് ഉണ്ടെങ്കിൽ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ഇനി സബ്ജക്റ്റ് ഉള്ളത് നമുക്ക് പോളിറ്റി, എക്കണോമിക്സ് ഒക്കെ കുറേയൊക്കെ നമ്മൾ ന്യൂസ് ഒക്കെ കേൾക്കുക, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുക. അപ്പൊ അതിലൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അതല്ലാതെ ജനറലി എക്സാമിന് മുന്നേ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. എക്സാം ഹാളിൽ കൃത്യമായിട്ട് എത്തുക. സ്റ്റേജ് 3 എക്സാം ഉള്ളവർ നേരത്തെ എത്തുക. എക്സാം ഹാളിൽ അപ്പോഴും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം റിവിഷൻ ചെയ്യുക. ഒരുപാട് സ്ട്രെസ്ഡ് ആവാതിരിക്കുക. നല്ല ഫുഡൊക്കെ കഴിക്കുക. നന്നായിട്ട് ഉറങ്ങുക. വരും ദിവസങ്ങളിലൊക്കെ ബോഡി ഒട്ടും തന്നെ എക്സോസ്റ്റ് ചെയ്യരുത്. പഠിക്കുക, പക്ഷെ ടയേർഡായി പോകരുത്. കാരണം നമുക്ക് എക്സാമിന് പോകാനുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സാമിന് മുന്നേ കുറച്ച് സമയം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാലും കുറച്ചു നേരം കണ്ണടച്ചിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്ത്, വേണമെങ്കിൽ നമുക്ക് ജോലി കിട്ടി നമ്മളൊരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതായിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് ഹാപ്പി ആയിട്ടൊക്കെ ഒന്ന് മൂഡ് ക്രിയേറ്റ് ചെയ്ത് റെഡിയായി പ്രിപ്പയർ ആയി ഇരിക്കുക. കോൺഫിഡൻസ് അവിടെ. സ്ട്രെസ്ഡ് ആവരുത്. ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് വിട്ടിട്ട് അടുത്തതിലോട്ട് പോകാനുള്ള ഒരു മൈൻഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ ഹെൽപ്ഫുൾ ആയിട്ട് വരിക. ഓക്കെ.